എല്ലാവർക്കും നമസ്കാരം. റോവർ ഫുഡി ക്ലബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. അപ്പം നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ചൂട് കട്ടൻ കാപ്പിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടു ഐറ്റമാണിത്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മൊരിഞ്ഞ ഉള്ളിവടയാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 5 സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും ആവശ്യമുള്ളൂ നമുക്ക്. ബാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ പുറകെ പറയുന്നതായിരിക്കും. അപ്പം ഞാനിവിടെ ഒരു 5 സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അതും ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. ആദ്യം നമുക്ക് സവോളയും ഈ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കണം. ഈ സവോളയുടെ നീര് മുഴുവൻ ഇറങ്ങുന്നത് വരെ തിരുമ്മി വെക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാൻ ഇതെല്ലാം കൂടെ ഒരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പം ഉപ്പ് നോക്കിയിട്ട് വേണം വീണ്ടും ഉപ്പ് ആഡ് ചെയ്യാൻ. അപ്പം നമുക്ക് ഇവനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം നമ്മുടെ മിശ്രിതം നമ്മളിതാ ഇവിടെ മിക്സ് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞ് നല്ല നീരൊക്കെ വന്നിരിക്കുകയാണ് സവോളയുടെ. അപ്പം നമുക്ക് ഈ മിശ്രിതം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുക്കുന്നുള്ളൂ. ഇതെടുത്തിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ അരമണിക്കൂർ ഇത് വെച്ചിട്ട് വീണ്ടും വരാം. അപ്പം നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച സവോള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് മൈദയാണ്. അതിൻ്റെ കൂടെ കാശ്മീരി ചില്ലി പൗഡറും. നമ്മുടെ ഈ സവോള മിക്സിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യും. അത് കഴിഞ്ഞ് ഒരു പിഞ്ച് ഒരു നുള്ള സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പരുവം നമ്മുടെ. അപ്പം ഞാനിതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ മൈദ എന്ന് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പം നമ്മുടെ സവോളയ്ക്ക് നല്ല നീരുണ്ടായിരുന്നുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്തു. മൊത്തം 3 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുഴച്ച് നോക്കുമ്പോൾ അറിയാം. അപ്പം നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന അളവിൽ നമുക്ക് മൈദ ആഡ് ചെയ്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഈ മിക്സിനെ എണ്ണയിലിട്ട് വറുത്ത് കോരാം. പിന്നെ ഇത് നമുക്ക് ഇനി പുളിക്കാനൊന്നും വെക്കണ്ട. നമ്മൾ ആ സവോളയുടെ നീരിറങ്ങാൻ വെച്ച ആ അരമണിക്കൂർ സമയം മാത്രമേ ഇതിന് നമുക്ക് സ്പെൻഡ് ആവുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ മിക്സിനെ ഇപ്പൊ തന്നെ എണ്ണയിലിട്ട് വറുത്ത് കോരി റെഡിയാക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് മാവ് ഇതിലേക്ക് ഇടാം. അപ്പൊ ആദ്യം ഞാൻ ഉപ്പ് ചേർത്തിരുന്നു. അത് ഉപ്പ് കറക്റ്റ് ആയിരുന്നത് കൊണ്ടാണ് പിന്നെ ഉപ്പ് ചേർക്കാത്തത്. അപ്പൊ മൈദാമാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് നമുക്ക് കൈ ഒന്ന് നനച്ചു കൊടുത്തിട്ട് വേണം മിക്സ് എടുത്ത് എണ്ണയിലേക്ക് ഇടാനായിട്ട്. അപ്പൊ നമുക്ക് എണ്ണയിലേക്ക് ഇടാം. നമ്മൾ ഈ ഒരു കട്ടിയിൽ ഇങ്ങനെയാണ് ഇടുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തീ കുറച്ച് വെക്കണം. നമ്മൾ പുറം വശം നല്ല ക്രിസ്പി ആയിട്ടും അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് നോക്കിയിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഉള്ളിവടയുടെ ഒരു സൈഡ് ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കി മിക്സും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചൂട് ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ കാശ്മീരി ചില്ലി കൂടുതൽ ചേർത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മുളക് കടിക്കേണ്ട, പിള്ളേരൊക്കെ കഴിക്കുന്നതായതുകൊണ്ട് ഒത്തിരി മുളക് കടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്തത്. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്തിട്ട്
കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി ചേർക്കാം. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, കമന്റ്സ് അയയ്ക്കുക. അപ്പൊ ഇതുവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.